സോ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ഇത് ഈ പ്രോബ്ലം ഗേറ്റിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. സോ find the voltage across RT. ഒരു പ്രോബ്ലം കാണുമ്പോൾ തന്നെ അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണോ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണോ എന്ന് മനസ്സിലാക്കുക. This is the problem. You have to find the voltage across RT. നിങ്ങൾ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം, അതാണ് പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി. ഇങ്ങനെയായിരുന്നു നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഗോൾഡൻ റൂളുകൾ ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജ് തന്നെയായിരിക്കും ഈ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇവിടെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇൻവേർട്ടിംഗ് ടെർമിനൽ സെയിം വോൾട്ടേജ് ആയിരിക്കും, +1 വോൾട്ടേജ് ആയിരിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് ഓൾസോ +1 വോൾട്ടേജ്. ലെറ്റ് അസ്യൂം ദിസ് പോയിൻ്റ് ഈസ് VT. ഞാൻ ഈ പോയിൻറ്റിന് VT എന്ന് എടുക്കുകയാണ്. സോ ഇൻ ദിസ് പ്രോബ്ലം VT is also +1 volt. Okay, then you can apply KCL at this node. Node VT ൽ അപ്ലൈ ചെയ്യുക. VT ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VT minus V0 divided by RT plus VT minus 0 divided by R1 is equal to 0 എന്ന് കിട്ടും അല്ലേ? സോ VT minus V0 divided by RT plus VT minus 0 divided by R1 into 0. So we know that what is VT? VT is +1 volt. So 1 by RT is equal to 139 ohm. So 1 minus V0 by 139, 1 by 100 equal to 0. അതിൽ നിന്ന് V0 കിട്ടും 2.39 വോൾട്ടേജ് കിട്ടും. ഓക്കെ, എല്ലാവർക്കും കിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. സോ യു ഗോട്ട് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് V0, ബട്ട് ഇൻ പ്രോബ്ലം ദേ ആർ ആസ്കിങ് ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് RT. വോൾട്ടേജ് അക്രോസ് RT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ RTക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു. നമുക്ക് VT അറിയാം, VT 1 വോൾട്ട് ആണ്. ദെൻ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് RT? എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞ് നോക്കി. ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ആൻസർ പറഞ്ഞ്
എത്രയായിരിക്കും വോൾട്ടേജ് അക്രോസ് ആർ ടി? V0 നമുക്ക് കിട്ടി 2.39 കിട്ടി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രോബ്ലം മനസ്സിലായില്ലേ? അതാണ് വോൾട്ടേജ് അക്രോസ് ആർ ടി ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ത്രൂ ആർ ടി അല്ല ചോദിച്ചിരിക്കുന്നത്. വോൾട്ടേജ് അക്രോസ് ആർ ടി അല്ല. കറണ്ട് ആണെങ്കിൽ പറഞ്ഞ് ശരിയാണ്. വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് അക്രോസ് ആർ ടി പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. നമ്മളൊരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണുന്നതെങ്കിൽ അതിൻ്റെ അക്രോസ് ആയിട്ടുള്ള രണ്ട് ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ് വോൾട്ടേജ് അക്രോസ് ആർ ടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടെർമിനൽ നമുക്ക് എത്ര കിട്ടിയത്? 2.39 ആണ്. ഒരു ടെർമിനൽ 1 ആണ് കിട്ടിയത്. അപ്പോൾ എത്രയായിരിക്കും ആർ ടി, വോൾട്ടേജ് അക്രോസ് ആർ ടി? പറയൂ. അതെന്താ പറയുന്നത്? എത്ര 1000? നിങ്ങൾക്ക് അറിയാവുന്ന കേസല്ലേ. ഇവിടെ 2.39 എന്ന് കിട്ടി. V0 = 2.39 എന്ന് കിട്ടി. VT = 1 വോൾട്ടേജ് എന്ന് കിട്ടി. സോ വോൾട്ടേജ് അക്രോസ് ആർ ടി എത്രയായിരിക്കും? V0 - VT ആയിരിക്കും അല്ലേ? ഈ ആർ ടിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജാണ് ചോദിച്ചിരിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വോൾട്ടേജ് അക്രോസ് ആർ ടി ഈസ് നത്തിങ് ബട്ട് V0 - VT. That is 2.39 minus 1. Voltage is 1.39 voltage. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? അതെ, ഞാൻ വെറുതെ പ്രോബ്ലം ചെയ്ത് പോവുകയാണോ ഇത് ചെയ്യുന്നത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിങ്ങൾ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഞാൻ ക്ലിയർ ആണോ എന്ന് ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണം കേട്ടോ. അരവിന്ദ്, ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം. ഞാനിങ്ങനെ വീണ്ടും ചോദിക്കാനായിട്ട് ചോദിക്കരുത്. അരവിന്ദ് ചോദിച്ചിട്ടുണ്ടോ ഒന്നുകൂടെ പറയാനായിട്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് അക്രോസ് ആർ ടി ആണ്. നമുക്കിവിടെ ഈ ടെർമിനൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഗോൾഡൻ റൂൾ പറയുന്നത് എന്ത് വോൾട്ടേജാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ആ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വോൾട്ടേജ് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? VT എന്ന് പറയുന്നത് അപ്പോൾ 1 വോൾട്ടേജ് ആണ് എന്നുള്ളതിന് ഡൗട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അരവിന്ദ് ജസ്റ്റ് ഞാൻ ചോദിക്കുമ്പം മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ പറയണേ. അരവിന്ദിന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. സോ VT = 1 വോൾട്ട് എന്ന് കിട്ടി. അതിനകത്ത് ഡൗട്ടുണ്ടോ? ക്ലിയറാണ്. ഇനി ഈ ടെർമിനലിൽ നമ്മൾ കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുക. കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VTയിൽ അപ്ലൈ ചെയ്ത് VT - V0 / RT + VT - 0 / R1 = 0. എന്തുകൊണ്ട് ഈ ടെർമിനലിൽ എടുക്കാത്ത? ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട് എന്നാണ്. സോ ഈ ടെർമിനലിലേക്ക് കറണ്ടേ പോകില്ല എന്നുള്ളതാണ്, ഇങ്ങോട്ടേക്ക് കറണ്ടേ ഫ്ലോ ചെയ്യില്ല എന്നുള്ളതാണ്. സോ VT - V0 / RT VT - 0 / R1 = 0 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് VT 1 വോൾട്ടേജ് ആണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് V0യുടെ വോൾട്ടേജ് കിട്ടും. 2.39 എന്ന് കിട്ടി. അത് ക്ലിയർ ആയോ? 2.39 എന്ന് കിട്ടിയത് കേട്ടില്ല?
അല്ല ഇതിപ്പം സി ദിസ് ഈസ് 139 ഓം, ദിസ് ഈസ് 100 ഓം. അപ്പം 100 മൈനസ് 100 V0 പ്ലസ് 139 ഡിവൈഡഡ് ബൈ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്ത് 139 100 ഈക്വൽ ടു 0 എന്ന് കിട്ടും. 139 100 എന്ന് പറഞ്ഞ് 0 ആയിപ്പോവും, കാരണം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം. ദെൻ നമുക്ക് കിട്ടാൻ പോകുന്നത് 100 മൈനസ് 100 V0 ഈക്വൽ ടു മൈനസ് 139 എന്ന് കിട്ടും. മൈനസ് 100 V0 ഈസ് ഈക്വൽ ടു മൈനസ് 239 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് V0 ഈസ് ഈക്വൽ ടു 2.39 എന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ. സോ വൺസ് നമുക്ക് 2.39 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് വോൾട്ടേജ് 2.39 വോൾട്ടേജ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് അക്രോസ് ആർ ടി ആണ്. വോൾട്ടേജ് അക്രോസ് ആർ ടി എന്ന് പറയുന്നത് ഈ രണ്ട് ടെർമിനൽ തമ്മിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് ആണ്. ഇവിടെ 2.39 ഇവിടെ 1 ഉണ്ട്. സോ വോൾട്ടേജ് അക്രോസ് ആർ ടി എന്ന് പറയുന്നത് 2.39 മൈനസ് 1 വോൾട്ടേജ് ആണ്. സോ 1.39 വോൾട്ടേജ് ആണ്. ക്ലിയർ ആയോ? മില്ലി വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഈ 1 വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് 1 മില്ലി വോൾട്ടേജ് ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിവിടെ മാറും. നമുക്ക് ഇവിടെ 1 മില്ലി വോൾട്ട് ആവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 2.39 മില്ലി വോൾട്ട് ആവും. അപ്പോൾ 2.39 മില്ലി വോൾട്ട് ആണെങ്കിൽ നമ്മൾ വോൾട്ടേജ് അക്രോസ് ആർ ടി എന്ന് പറയുന്നത് 1.39 മില്ലി വോൾട്ട് ആവും. ഇല്ല, അങ്ങനെയില്ല. നമുക്ക് വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ടെർമിനൽ തമ്മിലുള്ള വോൾട്ടേജിൻ്റെ ഡിഫറൻസ് മാത്രം കണ്ടാൽ മതി. ഓക്കെ. ഇനി അടുത്ത പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് V0? ഔട്ട്പുട്ട് വോൾട്ടേജ് V0. സോ ഇതൊരു 2 ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. Okay, this is another question. In this you have to find out the output voltage from the second op amp. This is the first op amp, this is the second op amp 8. Okay, ഞാൻ ചുമ്മാ പേര് കൊടുത്തുന്നേ ഉള്ളൂ A1A2. So this is the first operation amplifier output. First of all you have to find out the V0 dash, that is the operation amplifier, first operation amplifier output. ഓക്കെ. ഇതുപോലെ തന്നെ ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പോട്ടെ. കഴിഞ്ഞ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ കണ്ടോ, ഈ പ്രോബ്ലത്തിൽ ഇത് ജസ്റ്റ് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. കാരണം എന്താ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്, ഇൻവേർട്ടിംഗ് ടെർമിനൽ ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ആർ ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു RF ആണ്, ഫീഡ്ബാക്ക് റെസിസ്റ്ററാണ്. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും തമ്മിൽ ഇടയ്ക്കുള്ള റെസിസ്റ്റർ എന്ന് പറയുന്നത് RT ആണ്, ദാറ്റ് ഈസ് ഈക്വലൻ്റ് ആസ് RF. And this is R1. What is the gain of the non-inverting amplifier? 1 plus RF by R1 ആണ് gain of the non-inverting amplifier. Gain of non-inverting amplifier is nothing but
1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ. ഇവിടെ കണ്ടോ, ആർ എഫ് എന്ന് പറയുന്നത് ആർ ടി ആണ്. 139/100 ആണ്. ദാറ്റ് ഈസ് 1.39 ആണ്. 1.39 പ്ലസ് 1 എന്ന് പറയുന്നത് 2.39 ആണ്. അതാണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടെ കിടക്കുന്ന വോൾട്ടേജ് എത്രയും 1 വോൾട്ടേജ് ആണ്. സോ 1 × 2.39 വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ V0 ഈസ് ഈക്വൽ ടു ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത് 2.39 ആണ്. സോ 2.39 × 1 വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 2.39. ഓക്കെ, ഞാൻ ജസ്റ്റ് അതോടെ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരുന്നു, സോറി നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരുന്നു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോയെന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ കിട്ടുന്നത്, 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ. ഓക്കെ, ഫൈൻ. ഓക്കെ, then you have to first of all find out the V0 dash. What is V0 dash? Just നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് V0 dash. Let this point is VA. ഈ പോയിന്റ് VA ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ what is VA? എന്താണ് VA എന്ന് പറയുന്നത്? VA എത്രയായിരിക്കും? ഈ ടെർമിനൽ വോൾട്ടേജ് എത്രയായിരിക്കും? രശ്മി, എത്രയായിരിക്കും ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? എത്രയായിരിക്കും പറഞ്ഞേ? ഹലോ, 1 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ അതിനകത്ത് ഡൗട്ട് വിചാരിക്കേണ്ട. ഇവിടുത്തെ വോൾട്ടേജ് തന്നെയായിരിക്കും. കാരണം എന്താ? അതിനെന്താ, അതിന് കാര്യമൊന്നുമില്ല. എന്താണോ ഈ ടെർമിനൽ വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഈ ടെർമിനൽ. ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് തന്നെയാണ്. എന്താണോ ഈ ടെർമിനൽ വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഈ ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒരു 1K വന്നിട്ടും ഇവിടെ വലിയ ഡിഫറൻസ് ഒന്നും വരാത്തത്? ഇവിടെ 1Kയോ 2Kയോ 5Kയോ എത്ര കൊടുത്തു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് തന്നെയായിരിക്കും. കാരണം എന്താ? ഇങ്ങോട്ടേക്ക് കറണ്ട് ഒന്നും പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടേക്ക് കറണ്ട് പോകുന്നില്ലെങ്കിൽ, കാരണം ഓപ്പൺ ഡ്രോസ് നോ കറണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടേക്ക് കറണ്ട് ഒന്നും പോകുന്നില്ല എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ടാണെങ്കിൽ എത്ര റെസിസ്റ്റർ ആണെങ്കിലും ഈ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്. സോ ഇവിടെ 1 വോൾട്ടേജ് ആണെങ്കിൽ ആ വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ. സോ VA എന്ന് പറയുന്നത് +1 വോൾട്ടേജ് ആണ്. VA ഈസ് ഈക്വൽ ടു +1 വോൾട്ടേജ്. ഓക്കെ, then you have to apply KCL at this node. KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? apply KCL at VA. You have to apply KCL at VA. VA minus 2 volt divided by 1K plus VA minus V0 dash divided by 1K is equal to 0. Okay, isn't it? So A minus 2 voltage divided by 1K plus VA minus V0 dash divided by 1K is equal to 0. Isn't it? അങ്ങനെ കിട്ടില്ലേ? VA minus 2 volt divided by 1K plus VA minus V0 dash divided by 1K is equal to 0 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ക്ലിയർ ആണല്ലോ അല്ലേ? So put VA is equal to 1. So nothing but 1 plus 2 voltage divided by 1K plus 1 minus V0 dash divided by 1K equal to 0. This 1K is cancelled because it is common, and we cross multiply this with 0. This will be cancelled. So you will get 1 plus 1 plus 1, that is V0. That is V0 is nothing but 4 volt.
V0 is 4 volt. V0 4 volt എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? V0 അല്ല, V0 ഡാഷ്. ഓക്കെ. ദെൻ നമ്മൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്തായിരിക്കും? 1 + RF/R1 ആയിരിക്കും. ഇവിടെ RF 1K ആണ്, ഇത് 1K ആണ്. സോ ഗെയിൻ ഈസ് A2 is a amplifier with input voltage. അതിൻ്റെ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ V0 ഡാഷ് ആണ്, 4 വോൾട്ടേജ്. ആൻഡ് ഗെയിൻ ഈസ് 1 + RF/R1. Here RF is equal to 1, RF is equal to 1K and R1 is also 1K. RF is so 1/1 is equal to 1, 1 + 1 is equal to 2. So what will be the output voltage? V0 is equal to 4 into 2. That is 8 voltage. ക്ലിയർ ആയോ? ഞാൻ ഈ പ്രോബ്ലം ചെയ്തതിൽ ആർക്കെങ്കിലും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ദെൻ ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലം ഉണ്ട്, സംതിങ് ഡിഫറെൻറ്റ്. ഫൈൻഡ് output voltage V0. Here instead of resistor, here we are given capacitors. Here V1 is given as V1 sin omega t and V2 is given as V2 sin omega t. Then you have to find the output voltage. കണ്ടുപിടിക്കും. Okay. So you can assume that this point is VA and you can assume the Kirchhoff current law at this node. You will get output voltage. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവിടെ റെസിസ്റ്ററിന് പകരം കപ്പാസിറ്ററാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദി കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ? യു ഹാവ് ടു നോ ദി വാല്യൂ ഓഫ് ദി കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ. എങ്ങനെയാണ് കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ വി ക്യാൻ ഹാവ് ബിഫോർ നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ. What is the current through a capacitor? Consider we can have a capacitor C and here the voltage across the capacitor is V1 and V2 and current through the capacitor is IC. Okay, then what will be the value of IC? IC is nothing but C dV by dt or CD V2 minus V1 or V1 minus V2. Here the current is flowing from here to here, so I just want to say V1 minus V2 because here it is higher potential.
here is lower potential. That's why the current direction is showing in this direction. If the current direction is showing in the opposite direction, you can assume that CD by dt of V2 minus V1. So the current through a capacitor is nothing but it's proportional to the rate of change of voltage across the capacitor, or the potential difference across the capacitor, and it is equal to a constant, that is that constant is known as the capacitance of the capacitor. So IC is nothing but C d by dt of the potential difference across the capacitor, that is V1 minus V2. Okay, so this is what is the current through a capacitor, current through a resistor. We know that current through a resistor is nothing but, according to the Ohm's law, IR is nothing but V by R. അതുപോലത്തെ തന്നെ ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. കപ്പാസിറ്ററിലൂടെ ആണെങ്കിൽ സി ഡി ബൈ ഡി ടി ഓഫ് V1 മൈനസ് V2 എന്ന് കിട്ടും. ക്ലിയർ ആയ ഇക്വേഷൻ? ക്ലിയർ ആയ? Then you can apply this equation in this problem. You know that if you apply Kirchhoff current law is in this node, how we can find out? C d by dt of VA minus V1 plus C d by dt of VA minus V2 plus C d by dt of VA minus V0 equal to 0. ക്ലിയർ ആയോ? ഞാനത് പറഞ്ഞത് ക്ലിയർ ആയോ? എന്താണ് ഞാൻ പറഞ്ഞതെന്ന്? If you apply KCL at this node, okay, എന്നാൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? apply നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഞാൻ എഴുതിയതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സി ഡി ബൈ ഡി ടി ഓഫ് വി എ മൈനസ് V1 plus C d by dt of VA minus V2 plus C d by dt of VA minus V0 equal to 0. Here we know that VA is equal to 0 voltage. VA is equal to 0. Here it is 0 voltage, so VA is also 0 volt. Put VA is equal to 0 voltage. Virtual ground ആണ്. ഇതിനെ വെർച്വൽ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ ടെർമിനലിൽ 0 ആയ കാരണം ഈ ടെർമിനലിൽ 0 ആയി എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് clearly 0, it is virtually it is 0 voltage, so it is known as virtual ground. So we can say that C d by dt of minus V1 is nothing but V1 sin omega t എന്നാണ് തന്നിരിക്കുന്നത്. So C d by dt of V2 ന് V2 sin omega t എന്നാണ് തന്നിരിക്കുന്നത്, പ്ലസ് C d by dt of VA 0 ആയാലും V0 equal to 0. So this is also minus. So ഈ നമുക്ക് V0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. So minus C d by dt of V0 is equal to, ഈ മൈനസ് പുറത്തെടുക്കാം, V1 പുറത്തെടുക്കാം. കാരണം എന്താണ്? V1 എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ആണ്. ആ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ യു ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. സി ഡി ബൈ ഡി ടി ഓഫ് V1 സൈൻ ഒമേഗ ടി. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എടുക്കാം. സി ഡി ബൈ ഡി ടി ഓഫ് നത്തിങ് ബട്ട്
sin omega t. Okay. So from this you know that c d by dt of v1 v2 these are constants, so minus c d by dt of v0 is equal to, so minus c d by dt can be taken common, v1 sin omega t, v2 sin omega t. So here it is here it is minus v0, va minus v0, so this is plus v0. So c d by dt is common, so I can say that v0 is nothing but minus v1 sin omega t minus v2 sin omega t. Because this omega is constant, omega is same as two sinusoidal, so we can say that minus v1 plus v2 okay, minus v1 plus v2 sin omega t. Clear ആയോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് ചെയ്തതിൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ? ഇത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുകൂടി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു സി. സി ഈസ് ദ കോൺസ്റ്റൻറ്റ് ഹിയർ ആൻഡ് സി ഡി ബൈ ഡി ടി ഓഫ് voltage across the capacitor. Okay, C is the capacitance. Clear? Then actually in class തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞ പേര് തന്നെ വരാൻ കാരണം it can perform different operations like addition, subtraction, multiplication and also differentiation, integration, logarithm, anti-logarithm, അതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. Okay, first of all you can work op-amp as a differentiator. ഒരു op-amp as differentiator ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. Differentiator. Consider it's an op-amp. And so this is V. This is R. This is output voltage V0. This is the point VA. This is grounded. So this is working as in a inverting terminal. So here the input is connected to the inverting terminal. So okay, so first of all you have to apply you have to find the output voltage. What is V0? ഇങ്ങനെ V0യുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണാനായിട്ട് നിങ്ങൾ വി എ എന്ന് പറഞ്ഞ പോയിന്റിൽ KCL അപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്ലൈ KCL അറ്റ് വി എ.
So there is no current is flowing through the input of the operation amplifier. So you can put what is the current through this capacitor. Current through the capacitor is nothing but C d by dt of VA minus V in, VA minus V. And what is the current through this branch is nothing but VA minus V0 divided by R is equal to 0. Here VA is equal to 0 voltage because this voltage is 0 voltage. So because of the virtual ground, so you can say that C d by dt of minus V in plus V0 divided by R is equal to 0. Okay. So what is V0 divided by R? So V0 divided by R is nothing but C d by dt of minus V. Can taken out the minus outside, so V0 is equal to minus RC d by dt of V. So we know that R and C are constant. R value and C value is because resistor ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിസ്റ്ററാണ്. സി എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്ററാണ് വിച്ച് ഈസ് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് കപ്പാസിറ്റൻസ് ആൻഡ് കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ്. സോ യു ക്യാൻ say that RC is a constant. Minus RC value is a constant. That is V0 is proportional to d by dt of V, because V0 is equal to K is a constant into d by dt of V. So output voltage is nothing but it's a derivative form of input voltage while we connecting the input to the this circuit. Okay, ഇൻപുട്ടിലേക്ക് ഈ സർക്യൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് ഔട്ട്പുട്ടിൽ കിട്ടുകയുള്ളൂ. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയ? മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തതായിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ഓപ്പാംപ് ക്യാൻ ബി ഓൾസോ ആക്ട് ആസ് എ ഇൻ്റഗ്രേറ്റർ. Op-amp as integrator. So here we can have negative terminal and positive terminal is grounded. ഇതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്ത് നോക്കി ഈ ടെർമിനൽ VA ടെർമിനൽ KCL അപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? You will get
from that you will get d by dt of v0 is equal to minus v in divided by RC. So integrate this equation in both sides. So you will get v0 is equal to minus 1 by RC integral v in dt. Here RC is a constant. So from that we got that v0 is proportional to integral v in dt. You can integrate from 0 to t or minus infinity to plus infinity, whatever it like. So the output voltage is nothing but is proportional to the integration of the input voltage. Okay. So if whenever you have a circuit with the feedback, instead of the feedback resistor as a capacitor, you will get the circuit as an integrator. If the input of the inverting amplifier is a capacitor, work as a differentiator. Okay, ഇൻപുട്ടിലാണ് കപ്പാസിറ്റർ വരുന്നതെങ്കിൽ അത് ഡിഫറൻഷ്യേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഫീഡ്ബാക്ക് സർക്യൂട്ടിലാണ് കപ്പാസിറ്റർ വെക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ ഇൻ്റഗ്രേറ്റർ. ഓക്കെ, so that is the difference between the integrator and differentiator. That from the output equation, the output voltage is proportional to the integral of input voltage. Okay. ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇത് വെച്ച് ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലംസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഓക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഇതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്ററായിട്ട് ഇൻ്റഗ്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഓക്കെ അല്ലേ? ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ഞാനൊന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ അത്? ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ഗേറ്റിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. The value of R1 are required to deliver deliver 10 milliwatt of power across R. Also find V out. Okay, അപ്പോൾ രണ്ട് സെഷൻ ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. The value of R1 required to deliver 10 milliwatt of power across RL and also find V out. Okay, two സെഷൻ ഉണ്ട്. Okay, so this is a circuit. So from the circuit you have to find out the R1. ഇത് കണ്ടുപിടിക്കണം.
R1 വാല്യൂ കണ്ടുപിടിക്കണം. റിക്വയർഡ് ടു ഡെലിവർ 10 മില്ലി വാട്ട് ഓഫ് പവർ അക്രോസ് RL. 10 മില്ലി വാട്ട് ഓഫ് പവർ അക്രോസ് RL. പവർ അക്രോസ് RL 10 മില്ലി വാട്ടാണ്. 10 മില്ലി വാട്ട് ആവണമെങ്കിൽ, പവർ അക്രോസ് RL 10 മില്ലി വാട്ട് ആവണമെങ്കിൽ എന്തായിരിക്കണം R1ൻ്റെ വാല്യൂ എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? What will be the value of R1 required to deliver 10 milliwatt of power across R? What is voltage across RL? Voltage across RL എന്താണ്? വോൾട്ടേജ് അക്രോസ് RL എന്താണ്? ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് അക്രോസ് എത്രയാണ് പറഞ്ഞ്? എന്താണ് വോൾട്ടേജ് അക്രോസ് RL? വി ഔട്ടാണ്. എക്സലൻറ്റ്. ഇവിടെ വേറെ റെസിസ്റ്റർ ഒന്നും ഇല്ലാത്ത കാരണം ഈ വോൾട്ടേജ് തന്നെയാണ് വോൾട്ടേജ് അക്രോസ് RL എന്ന് പറഞ്ഞത്. ഹിയർ വോൾട്ടേജ് അക്രോസ് RL V out. So the power across RL, what is power? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? V² R ആണ്. ഒരു റെസിസ്റ്റർ ഉണ്ട്. ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവറിന് കുറേ ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഇഫ് വി ക്യാൻ ഹാവ് എ റെസിസ്റ്റർ, you can have a resistor R. Consider I is the current flowing through this resistor and V is the voltage across the resistor. The power across R is nothing but I² R. Can be say that I² R, and otherwise we can be says that V is equal to V² R. Different equations ഉണ്ട് ഇങ്ങനെ. Okay, so I just use V out power across RL can be V out square divided by R. Okay. പവർ അക്രോസ് RL തന്നിട്ടുണ്ട്. എത്രയാണ് പവർ അക്രോസ് RL? 10 മില്ലി വാട്ട് ആവണമെങ്കിൽ വോൾട്ടേജ് അക്രോസ് RL ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പവർ അക്രോസ് RL എന്ന് പറയുന്നത് 10 മില്ലി വാട്ടാണ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് V out? V out സ്ക്വയർ ഡിവൈഡഡ് ബൈ R. RLൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. സോ RLൻ്റെ വാല്യൂ അല്ല, R1ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. RLൻ്റെ വാല്യൂ 10K എന്ന് തന്നിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് V out സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് RL ഈസ് ഈക്വൽ ടു 10K ഇൻറ്റു 10 milliwatt. Isn't it 10K? 10 milliwatt. So K and milli can be cancelled out. From that V out is equal to 10 volt. You will get V out square is equal to 100. So V out is equal to 10. We got V out is equal to 10 volt. So ആ പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞു. V out കണ്ടുപിടിച്ചു. ഇനി you will be the value of R1 required to deliver this 10 milliwatt of power across R. Okay, so you can apply
we can apply KCL at this node. ഈ നോഡിൽ KCL അപ്ലൈ ചെയ്യുക. വാട്ട് ഈസ് VA? VAയുടെ വാല്യൂ എത്രയാണ്? ദിസ് 2 വോൾട്ടേജ് തന്നെയാണ് ഈ 2 വോൾട്ട് ഇവിടെ വരുന്ന വോൾട്ടേജ്. അപ്ലൈ KCL. minus 0 divided by 2k plus 2 minus V0. V0 is nothing but 10 voltage. Vout is nothing but 10 voltage divided by R1 is equal to 0. So 2 by 2k plus 2 minus 10 divided by R1. Across RL should be 10 million. തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ 10 മില്ലി വാട്ട് ഓഫ് പവർ അക്രോസ് ആറിലാണെങ്കിൽ എത്രയായിരിക്കും വോൾട്ടേജ് എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആൻഡ് ഓൾസോ ഇഫ് യു അപ്ലൈ KCL അറ്റ് ദിസ് നോഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂ R1ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, VA minus 0 divided by 2k plus VA minus Vout divided by R1 is equal to 0. So from that you will get R1 value. Clear ആയോ? ക്ലിയർ ആയോ ഇതുപോലത്തെ പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഇതിനകത്ത് ഡൗട്ടുണ്ടോ? ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും സ്റ്റെപ്പ് എഴുതിയല്ലേ നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? 8 ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 1-2 പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ തരാം. നിങ്ങളത് ചെയ്യാൻ നോക്കുക നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട്. ഓക്കെ ഫൈൻ. ഓക്കെ ബൈ.